Good morning. So, next chapter that we are going to see is Freedom by Jahind Mahapatra. ഫ്രീഡം പെട്രിയോട്ടിസം ഇതൊക്കെ നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് കണ്ടേക്കുന്നതാണ്. ഓക്കെ, പല രീതിയിലായിട്ട്. ഇപ്പോൾ പെട്രിയോട്ടിസം തന്നെ നമ്മൾ ഓരോരോ ചാപ്റ്ററിൽ എടുത്തപ്പോഴും പല വേവിൽ അല്ലെങ്കിൽ പല ഡയമെൻഷൻസിലാണ് കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഫ്രീഡം എന്നൊരു കൺസെപ്റ്റ് വരുമ്പോൾ അതൊരു രാജ്യത്തിൻ്റെ ഫ്രീഡമാണെന്നോ മനുഷ്യൻ്റെ ഫ്രീഡമാണെന്നോ നമ്മൾ പർട്ടിക്കുലറൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. ഓരോന്നിനും ഒരു രണ്ടിൻ്റെയും കൂടി ഇടകലർന്ന ഒരു മീനിങ്ങാണ് വരുന്നത്. മനുഷ്യർക്ക് കിട്ടുന്ന ഫ്രീഡം ഒരു രാജ്യത്തിന് കിട്ടുന്ന ഫ്രീഡവും അതുപോലെ തന്നെ ആ രാജ്യത്തിൻ്റെ ഫ്രീഡത്തിൻ്റെ ഒപ്പം തന്നെ മനുഷ്യർക്ക് കിട്ടുന്ന ഫ്രീഡം, അങ്ങനെ കുറച്ച് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു കൺസെപ്റ്റാണ് ഇതിൽ വരുന്നത്. So you can check the point details here. Obscure and weak അതിന് ഹൈലൈറ്റ് ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ്, ഇന്ത്യൻ പോയറ്റ് വിൻ സാഹിത്യ അക്കാദമി അവാർഡ്. ഇംഗ്ലീഷ് പോയട്രിയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് അവാർഡ്സ് ആണ്. രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ ഒബ്സ്ക്യൂർ ആൻഡ് വീക്ക്. ഇത് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഫസ്റ്റ് റീഡിങ്ങിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടി കേട്ടതിന് ശേഷം നിങ്ങൾ പിന്നീട് ഒന്നും കൂടി വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അല്ലാത്ത പക്ഷം അതൊരു ക്ലിയർ കട്ട് അല്ലാത്തൊരു രീതിയിലായിരിക്കും അതിൻ്റെ കൺസെപ്റ്റ് നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നത്. സോ ഐ വിൽ റീഡ് ദ പോം വൺസ്. ഇത്രയും പോർഷൻ വായിക്കാം, എന്നിട്ട് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. അത്രയും വായിച്ചിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞിട്ട്. ഓക്കെ. At times, as I watch, it seems as though my country's body floated down somewhere on the river. Left alone, I grow into a half-disembodied bamboo. Its lower part sunk into itself on the bank. Here, old widows and dying men cherish their freedom, bowing time after time in obstinate prayers, while children scream with this desire for freedom to transform the world without even laying hands on it. In my blindness, at times I fear I had wandered back to either of them. In order for me not to lose face, it is necessary for me to belong. So, ഞാൻ പറഞ്ഞു, ഇവിടെ ഫ്രീഡം എന്നൊരു കൺസെപ്റ്റ് ഒരു രാജ്യത്തെക്കുറിച്ചാവാം, അതുപോലെ തന്നെ ആ രാജ്യത്തിലുള്ള ഇൻഡയറക്റ്റ്ലി ആ രാജ്യത്തിലുള്ള ഓരോരോ വ്യക്തികളെക്കുറിച്ചും ആവാം. നമ്മൾ ഈ പാർട്സ് ഓഫ് സിമിലി പഠിച്ചതാണ്, പാർട്ട് ഓഫ് സ്പീച്ച് പഠിച്ചതായിരുന്നു, ദ വൺ റെപ്രസെൻറ്റിങ് ഓൾ എന്നുള്ള രീതിയിൽ. അദ്ദേഹം പറയുന്നത് വി ക്യാൻ ഇമാജിൻ ദ കൺസെപ്റ്റ് ഓഫ് ഫ്ലോട്ടിംഗ് ഡെഡ് ബോഡീസ്. നമുക്ക് കാണാൻ പറ്റുന്നത് ഗാംഗസ് റിവറിലാണ്, ഗംഗയിലാണ് പാതി കത്തിച്ച ശരീരങ്ങൾ പൊതുവെ ഒഴുക്കി വിടുന്നത് മോക്ഷത്തിനായിട്ട്. ബട്ട് ദേ ഡോണ്ട് നോ വേർ ഇറ്റ് റീച്ച് ഫൈനലി. മേ ബി ഓഷനിലേക്കാവാം, അതല്ലെങ്കിൽ ഇങ്ങനെ അലഞ്ഞ് നടക്കുമായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി കെട്ടി നിൽക്കുമായിരിക്കും. എനിവേ അങ്ങനെ ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കൊണ്ടുവന്ന് ഒഴുക്കി വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ റീച്ചിങ് ഇൻ ടു ദ ഹെവൻ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പാപമോക്ഷ അതിന് കിട്ടുമെന്നുള്ളൊരു കൺസെപ്റ്റ്. അതുപോലെ അദ്ദേഹം ഇപ്പോൾ കാണുന്നത് വേറെ ആരുടെയും ബോഡിയല്ല, സ്വന്തം രാജ്യത്തിൻ്റെ തന്നെയാണ്. രാജ്യം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഇവിടെ അദ്ദേഹം എഴുതുന്ന ഈ പോയട്രി എഴുതുന്ന 1997 ദാറ്റ് മീൻസ് കംപ്ലീറ്റ്ലി 50 years ആഫ്റ്റർ ഫ്രീഡം, 1947 നിന്ന്. ഈ 50 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് നമുക്ക് കിട്ടിയെന്ന് അവകാശപ്പെടുന്നു ഫ്രീഡം നമുക്ക് എത്രത്തോളം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ബ്രിട്ടീഷുകാർ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയി, നമുക്ക് ഫ്രീഡം കിട്ടിയെന്ന് നമ്മൾ ലീഗലി പറയുന്നു. പക്ഷെ എന്ത് കാര്യങ്ങൾക്കൊക്കെ നമ്മൾക്ക് ഫ്രീഡം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഇന്നും നമ്മൾ എത്ര കാര്യങ്ങൾക്ക് അടിമത്വം ഉണ്ട് ഇപ്പോഴും. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലും കംപ്ലീറ്റ്ലി നമ്മൾ പോവേർട്ടിയിൽ നിന്ന് റിക്കവർ ആയിട്ടുണ്ടായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഫെസിലിറ്റീസിൽ എന്തിലെങ്കിലും നമ്മൾ എംപവേർഡ് ആയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇതൊന്നും നമുക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. പകരം കുറേ റൂളേഴ്സോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളുണ്ടായിരുന്നു. ദേ ആർ ജസ്റ്റ് ഡിസിൻറ്റഗ്രേറ്റിംഗ് ദ കൺട്രി, അല്ലെങ്കിൽ കൺട്രിയെ കംപ്ലീറ്റ്ലി നമ്മുടെ രാജ്യത്തിനെ മുഴുവനായിട്ടും ഒരു മരണത്തിൻ്റെ വക്കിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ മാത്രമായിരുന്നു ഭൂമിയിൽ നടന്നുകൊണ്ടിരുന്നത് അന്നും ഇന്നും എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ
alone I grew into a half disembodied bamboo. So ഒരു പൊള്ളയായ ഒരു ഒഴുക്കിൽപ്പെട്ട ഒരു ബാമ്പു പീസ് പോലെയാണ് അദ്ദേഹത്തിന് ആ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു പോക്ക്, അല്ലെങ്കിൽ ആ വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന ഒരു ഫീലിംഗ് തോന്നുന്നത്. ഇങ്ങനെ പാതി മുങ്ങി ഇങ്ങനെ ഒഴുകി നടക്കുകയാണ് മരണത്തിലേക്ക്. ദാറ്റ് മീൻസ് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് വെച്ചിട്ട് ഫ്രീഡം എന്ന് പറയുന്നത് ഡെത്തിലൂടെ മാത്രം കിട്ടുന്നൊരു കൺസെപ്റ്റാണ് ഇവിടെ. അപ്പോൾ ആ ഡെത്തിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക, ഡെത്തിലൂടെ എങ്കിലും ഫ്രീഡം കിട്ടട്ടെ എന്നുള്ളൊരു രീതിയിൽ രാജ്യം മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഹിയർ ഓൾ വിഡോസ് ആൻഡ് ഡൈങ് മെൻ ചെറിഷ് ദെയർ ഫ്രീഡം, മൂവിങ് ടൈം ആഫ്റ്റർ ടൈം ഇൻ ഒബ്സ്റ്റിനേറ്റ് പ്രേയേഴ്സ്. ദാറ്റ് മീൻസ് ഈ സമയത്തും അവിടെ അതൊരു പ്രെയർ ഏരിയ ആണ്. നമുക്ക് വാരണാസിയോ കാശിയോ ഏത് ഏരിയ വേണമെങ്കിലും എടുക്കാം, പ്രെയർ ഏരിയ ആണ്. അവിടെ ചെന്ന് കുറേ ഈ സമയം, കാരണം ഈ ഫ്രീഡം കിട്ടിയെന്ന് പറഞ്ഞ കാലം തൊട്ടുണ്ടായിരുന്ന ചിലപ്പോൾ ഒരുപാട് ആളുകളുണ്ടാവും. അവരൊക്കെ ഇപ്പോൾ പഴയ ആളുകളായി, ദാറ്റ് ഓൾഡ് ഏജ്ഡ് ആയി, വിഡോസ് ആവാം, മരിക്കാറായ മനുഷ്യരാവാം, എല്ലാം ആവാം. അങ്ങനെ കുറേ ആളുകളുണ്ട്. അവരുടെ കുട്ടികൾ അവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്തേക്കുകയാണ്. ഓക്കെ, ഇനി നോക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ. ഇനി നിങ്ങൾ ഇവിടെ ഇരുന്നോ, വയസ്സൊക്കെ ആയില്ലേ, ഇനി കാശിയിലിരുന്ന് പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുവന്നാക്കിക്കുക. സോ അവരെ സംബന്ധിച്ചിടത്തോളം മുമ്പോട്ട് അവർക്ക് ഒരു ഹോപ്പ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയ്ക്കുള്ള ഒരു വകയും അവർ മുമ്പിലേക്ക് കാണുന്നില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളും അവിടെയുണ്ട്. ഇനി മരണം മാത്രമേ ഉള്ളൂ മുമ്പിൽ, ഇനി മോക്ഷം കിട്ടിയാൽ മതി എന്നുള്ളൊരു രീതിയിൽ പ്രാർത്ഥനയായിട്ട് പോകുന്നത്. ഒബ്സ്റ്റിനേറ്റ് പ്രേയർ, ദാറ്റ് മീൻസ് സ്റ്റബോൺ. അവർക്ക് അവരുടെ പ്രാർത്ഥനയിൽ അവരിങ്ങനെ ഉറച്ച് വിശ്വസിക്കുകയാണ് അവർക്കൊരു മോക്ഷം കിട്ടും എന്നുള്ളത്. വി ഡോണ്ട് നോ അതിനും ഒരു വാലിഡിറ്റി ഉണ്ടോ എന്നുള്ളത്. ഇവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഇവർക്ക് ഇപ്പോൾ റിക്കവറി കിട്ടും, അല്ലെങ്കിൽ ഇവർക്കിപ്പോൾ മരണത്തിലൂടെ മോക്ഷം കിട്ടും എന്നുള്ളത്. അതും നടക്കുമെന്നുള്ളത് അവർക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? കിട്ടിപ്പോയവർ പറഞ്ഞിട്ടുമില്ല. സോ അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷയില്ലാതെ അവരും അവിടെ ജീവിക്കുന്നു. വൈൽ ചിൽഡ്രൻ സ്ക്രീം വിത്ത് ദിസ് ഡിസയർ ഫോർ ഫ്രീഡം ടു ട്രാൻസ്ഫോം ദ വേൾഡ് വിതൗട്ട് ഈവൻ ലേയിങ് ഹാൻഡ്സ് ഓൺ ഇറ്റ്. അതുപോലെ കുട്ടികളാണെങ്കിലും ഇതിനെ രണ്ട് രീതിയിലെടുക്കാം. ഒന്ന്, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുടങ്ങാറായിട്ടില്ല, അവർക്ക് ഈ രാജ്യത്തിൻ്റെ പടിയിലേക്ക് ചവിട്ടിയോ അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ട പ്രായമൊന്നും ആവാറായിട്ടില്ല. ആ സമയത്തിനുള്ളിൽ തന്നെ അവർ മരണം കൈവരിക്കുകയാണ്. ദാറ്റ് മീൻസ് രണ്ട് രീതിയിലാണ് ആ ഫ്രീഡത്തിന് വേണ്ടി അവർ ഓൺ ചെയ്യുന്നത്. സോ നമ്മൾക്ക് ഇവിടെ ഞാൻ പറഞ്ഞു, ഫ്രീഡം എന്ന കൺസെപ്റ്റ് നമുക്ക് മരണമാണ്. ആ ഫ്രീഡം കിട്ടാൻ വേണ്ടിയായിട്ട് കുട്ടികൾ വെമ്പൽ കൊള്ളുക എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ്. ഒന്ന്, പോവേർട്ടി. അത്യധികം പോവേർട്ടി ഉള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇവരേലും മുമ്പ് ഞങ്ങൾ ആ ഫ്രീഡം നേടിയെടുക്കും എന്നുള്ളൊരു കൺസെപ്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അതുപോലെ തന്നെ കിട്ടിയ ഫ്രീഡത്തിലേക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഒന്നും തുടങ്ങി വെച്ചിട്ടില്ല പക്ഷെ ഞങ്ങൾ ചെയ്യും എന്നുള്ള ഒരു എന്താ പറയുക, ഓവർ ഡിസയറും നമ്മുടെ കുട്ടികളുടെ ഇടയിലും ഉണ്ട്. കാരണം നമുക്കറിയാം, കുഞ്ഞായിരിക്കുമ്പോഴത്തേക്ക് ഞാൻ രാജ്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടാവും. ആ ആഗ്രഹങ്ങളൊക്കെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പ്രായമാണ് ചൈൽഡ്ഹുഡ്. സോ ആ ഒരു കുട്ടികളുടെ ഡിസയറിനെ കാണിച്ച് ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്കതിന് വേണമെങ്കിൽ ഇറ്റ്സ് അപ് ടു അസ്. നമുക്കൊരു പോയറ്റ് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി നമ്മളുടെ കയ്യിലാണെന്നാണ് പറയുന്നത്, റീഡറിൻ്റെ. അതുപോലെ നമുക്ക് നമ്മുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ചിട്ട് വായിക്കാം. ഫ്രീഡം എന്ന് പറയുന്നത് കുട്ടികളുടെ ഫ്രീഡം അച്ചീവ് ചെയ്യാൻ നോക്കുന്നതാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് പോവേർട്ടി നമുക്ക് രാജ്യം വിട്ടു പോയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ നിന്ന് റിക്കവർ ആവാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞു കുട്ടികളുടെ മരണം പോലും ഉണ്ടാവുന്നുണ്ട് ഫ്രീഡം. അതല്ലെന്നുണ്ടെങ്കിൽ ആരോ നേടിക്കൊടുത്ത ഫ്രീഡത്തിന് ഇനി ബാക്കി ഞങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു അലമുറയായിട്ടാണ് പോയിട്ട് ഇതിനെ കാണുന്നത്. In my blindness, at times I fear I had wandered back to either of them in order for me not to lose a face. It is necessary for me to be alone. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥയിൽ ഏതെങ്കിലും ഒരു ഇതിലേക്ക്, കാരണം ഈ മറ്റേ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ക്യാൻ ബി എ പേഴ്സൺ, ദ ഓൾഡ് മാൻ, അല്ലെങ്കിൽ ഒരു യങ്സ്റ്റർ ആയിട്ട് മാറണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ബിക്കോസ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ രണ്ട് കാറ്റഗറിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ദേ ആർ എലോൺ, ഒരു ബോണ്ടേജോ ഒന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിന് അത് പറ്റുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഡെയിലി ഇൻകം അല്ലെങ്കിൽ ഡെയിലി ഫുഡിനായിട്ടുള്ള ഓട്ടത്തിലും പാച്ചിലുമാണ്. സോ അങ്ങനെ കുറേ ബോണ്ടിങ് ഉള്ള ആൾക്ക് പറ്റില്ല. അപ്പോൾ പക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്ന ഏതിലേക്കെങ്കിലും ഒന്ന്
കടന്നു ചെല്ലാൻ പറ്റിയിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പഴയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ബോണ്ടേജ് ഇല്ല, പ്രായമായവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്, അപ്പോൾ അവർക്കും വേറെ ബോണ്ടേജ് ഇല്ല. സോ ആ ഒരു ലെവലിൽ എത്തിയാലേ പിന്നീട് ഫ്രീഡം അച്ചീവ്. അപ്പോൾ സോ എലോൺ ആയാൽ മാത്രമേ അദ്ദേഹത്തിന് പിന്നീട് ഫ്രീഡം അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് മീൻസ് ഡെത്ത് ആണെങ്കിലും അതിന് ശേഷമുള്ള ആ ഒരു എൻജോയ്മെൻ്റ് ഒക്കെ കിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം മനസ്സുകൊണ്ട് വിചാരിക്കുന്നത്. Not to meet the woman and her child in that remote village in the hills who never had even a little rice for their one daily meal. Sorry, these 50 years. So ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫ്രീഡം കിട്ടി, എല്ലാമായി ശരിയാണ്, എല്ലാം സംഭവിച്ചു. പക്ഷേ ഇന്നും ഇതുപോലെ ഒരുപാട് അമ്മയും കുഞ്ഞുങ്ങളും ഉണ്ട് റൂറൽ ഏരിയാസിൽ. അവിടെ എന്താ ഒരു നേരത്തെ ഭക്ഷണം പോലും കിട്ടാത്ത ആളുകളുണ്ട്. സോ ഫ്രീഡം വൈസ് നമുക്ക് ഒരു ഫുഡ് വൈസ് നമുക്കൊരു ഫ്രീഡം കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? അരിയാഹാരം കഴിക്കുന്നില്ല, അതുകൊണ്ട് അവർക്ക് ഫ്രീഡം കിട്ടിയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. സോ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പ് ആളുകളും ഇന്നും ഈ 50 വർഷത്തിന് ശേഷം പിന്നെയും ജീവിക്കുന്നുണ്ട്. And not to see the uncaught bloodied light and sunsets cling to the wall, tall white columns of Parliament House entirely different ആയിട്ടുള്ളൊരു ഏരിയ. ഇതൊക്കെ സഫറിങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞെങ്കിൽ, റൂൾ ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ഒരു ഭാഗത്തുണ്ട്. അതാണ് നമ്മൾ പാർലമെൻ്ററി ഹൗസ് എന്നുള്ള രീതിയിൽ കാണുന്നത്. കാരണം അവിടെ റൂൾ ചെയ്യുന്നവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാമെന്ന് പറയാം. സോ അദ്ദേഹത്തിന് ആ ഒരു ഏരിയ കാണണം എന്നില്ല. കാരണം ഇവിടെ ഈ ഡെയിലി നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് ആളുകൾ മുഴുവൻ അവരുടെ അന്നന്നേക്കുള്ള ആഹാരത്തിന് അതെങ്കിലും ഉണ്ടാക്കണം എന്നുള്ള രീതിയിലൊരു ഓട്ടപ്പാച്ചിലാണ്. അതിൽ അവിഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ശ്രദ്ധിക്കാൻ പോലും ഈ 1997 ദാറ്റ് മീൻ 50 years ആഫ്റ്റർ ഫ്രീഡം അവർക്ക് പറ്റുന്നില്ല. അതിപ്പോൾ പൊളിറ്റിക്കൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കി എക്കണോമിക്കൽ സൈഡ്സ് ആയിക്കോട്ടെ, ബാക്കി എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ, ഒന്നിലേക്ക് അവർക്ക് തിരിയാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് അന്നുള്ള ആഹാരത്തിനുള്ള വക പോലും കണ്ടെത്താൻ പറ്റുന്നില്ല. സോ ആ ഒരു കേസിൽ ഈ പാർലമെൻ്ററി ഹൗസിലുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ നമ്മൾ റൂളേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇലക്റ്റഡ് പേഴ്സൺസിന് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് ചെയ്യാം. കാരണം ജനങ്ങൾ അവരെ ജയിപ്പിച്ച് വിടുന്നു എന്നുള്ളതല്ലാതെ അവരെന്തൊക്കെ അവിടെ കാണിച്ചു കൂട്ടുന്നുണ്ടെന്നുള്ളത് നോക്കാൻ അവർക്ക് സമയമില്ല. സോ ദേ ആർ റൂളിങ് ഇൻ ദെയർ ഓൺ വിഷ്. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരെന്തൊക്കെയോ കാണിച്ചു കൂട്ടി അവിടെ ജയിക്കുന്നു, അവിടെ ഭരണവും നടത്തുന്നു. സോ ആ ഒരു സെക്ഷനിലേക്ക് നോക്കണമെന്ന് അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല. സോ ഇത്ര നേരം നമ്മൾ കണ്ടത് എക്കണോമിക്കൽ സൈഡും പൊളിറ്റിക്കൽ സൈഡും സോഷ്യൽ സൈഡുമാണ്. ഇനി സോഷ്യൽ സൈഡിൻ്റെ തന്നെ വേറൊരു ഭാഗമാണ് അദ്ദേഹം അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. In the new temple man has built nearby, the priest is one who knows freedom, while God hides in the dark like an alien. ഇന്നത്തെ സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ലാതെ, പൊളിറ്റിക്കൽ അല്ലാതെ വേറൊരു ബിസിനസ് പ്രിവെയിൽ ചെയ്ത് വരുന്നതാണ് റിലീജിയൻ്റെ പേരിൽ ഒരുപാട് ഇതുപോലുള്ള ഫോർജറീസ് നടക്കുന്നുണ്ട്. അതിൽ മെയിൻ ഒരു ഇതാണ്, നമുക്ക് ചില അമ്പലങ്ങളിലൊക്കെ ചെന്നാൽ അറിയാം, അവിടെ ദൈവത്തിന് വലിയ വിലയൊന്നും കാണിക്കുന്നില്ല. ദൈവത്തേക്കാൾ നമ്മൾ പറയില്ലേ, മൂർത്തിയേക്കാൾ വലിയ ശാന്തി ഇരിക്കുന്നതെന്ന് പറയുന്ന പോലെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന പ്രീസ്റ്റ് ആയിരിക്കും. അവർ ഇത്ര രൂപ ഇതിന് വഴിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളങ്ങ് കൊടുക്കുകയാണ്. കാരണം അത് നടത്തി കിട്ടാനായിട്ട് ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് വലിയ അവകാശമൊന്നുമില്ല. ദൈവമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും പറ്റിയ ആളാണ് അടുത്തിരിക്കുന്നത്, പ്രീസ്റ്റ്. സോ ദൈവത്തെക്കാളും സ്ഥാനം നമ്മൾ കൊടുക്കുന്നത് മനുഷ്യന് തന്നെയാണ്. സോ മനുഷ്യനാണ് അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. സോ വി ഹാവ് ടു സാറ്റിസ്ഫൈ ഹിം. അപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ നന്നായിട്ട് ദൈവത്തോട് നമ്മളെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മളായിട്ട് ഡയറക്റ്റ് പറഞ്ഞൊന്നും ദൈവം കേൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ത്രൂ വേണം ചെയ്യാം. സോ അവരാണ് മാക്സിമം ഉള്ള ഇന്നത്തെ റിലീജിയൻ മുഴുവൻ റൂൾ ചെയ്യുന്നത്. നമുക്കറിയാം, നമുക്ക് ഇന്നും മതഗ്രന്ഥങ്ങളെ കുറിച്ചിട്ടോ ഒന്നും നമുക്കറിയില്ല. ഇന്നത്തെ പ്രായത്തിൻ്റേതായൊരു ഇതിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അറിവില്ലായ്മ അതാണ്. എല്ലാവരോടും ചോദിച്ചാൽ ഇതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പലർക്കും ഇതിന് ഉത്തരം ഉണ്ടാവില്ല. സോ ഇങ്ങനെ പ്രീസ്റ്റുകൾ പറയുന്നത് മാത്രം കേട്ട്, നിങ്ങൾ ഈ ഗുരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ആ ഗുരു മൂവിയിൽ ഉദ്ദേശിക്കുന്ന ആ പഴം അതിനെ ബേസ് ചെയ്തിട്ടാണ്. പഴം എന്നത് കഴിക്കാൻ മാത്രമാണ് എല്ലാവരോടും പറയുന്നുള്ളൂ. പഴത്തിൻ്റെ കായ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ധത ബാധിക്കും എന്നുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ പ്രീസ്റ്റുകൾ പറഞ്ഞു കൊടുക്കുന്നത് ആ പഴമാണ്, പുറത്തോട് മാത്രമേ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ. ശരിക്കും ഉള്ളിലുള്ള കാമ്പ് എന്താണെന്നുള്ളത്, അതാണ് സത്യം എന്നുള്ളത് ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല. സോ ദാറ്റ് ഈസ് ഹാപ്പനിങ്. അതാണ് ഗുരു മൂവിയുടെ റിലീജിയസ് കോൺസെപ്റ്റ്. സോ ഇതിലും അദ്ദേഹം പറയുന്നത് ഇങ്ങനെയുള്ള ഒരു കാര്യമൊന്നും പറഞ്ഞു കൊടുക്കാനായിട്ടൊന്നും ആരും മെനക്കെടുന്നില്ല. പകരം അവർ പറയുന്നത്, അപ്പോൾ യഥാർത്ഥ ദൈവത്തെ
ഇരുട്ടിലാക്കിയിട്ട് ഒറ്റപ്പെടുത്തി അവിടെ ഇരുത്തിയേക്കുവാണ്. വലിയൊരു റോളൊന്നുമില്ല, ബാക്കി പ്രീസ്റ്റ് ചെയ്തോളും എന്നുള്ള രീതിയിൽ. And each day I keep looking for the light shadows, find excuse to keep trying to find the only freedom I know, the freedom of the body when it's alone. സോ ഞാൻ ഓരോ ദിവസം വെളിച്ചത്തിന് വേണ്ടി അന്വേഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരേ ഒരു കാര്യം, എപ്പോൾ നമ്മൾ ഒറ്റയ്ക്കാവുന്നു, ദാറ്റ് മീൻസ് മരണത്തിന് കീഴ്പ്പെടുന്നു അല്ലെങ്കിൽ മരണത്തിൻ്റെയിലേക്ക് മൂവ് ചെയ്തു തുടങ്ങുന്നു, ആ സമയത്ത് മാത്രമേ നമുക്ക് ഫ്രീഡം അല്ലെങ്കിൽ ആ ഒരു സെലിബ്രേഷൻ അപ്പോഴേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. ഫ്രീഡം ഓഫ് വാട്ട്? ഫ്രീഡം ഓഫ് സൈലൻറ്റ് ഷെയിൽ, സൈലൻറ്റ് റോക്ക്, ഫ്രീഡം ഓഫ് മൂൺലെസ് കോൾ, ദാറ്റ് മീൻസ് ചന്ദ്രൻ കാണാതെ കിടക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും അടിയിൽ ആരും കാണാതെ കിടക്കുന്ന കൽക്കരികൾ. ദ ബെഡ് ഓഫ് സ്ട്രീംസ് ഓഫ് ദ സ്ലീപ്പിംഗ് ഗോഡ്, നമ്മൾ ഏറ്റവും അടിയിൽ വിചാരിക്കുന്ന വൈകുണ്ഠം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, കൃഷ്ണൻ ഏറ്റവും അടിയിൽ കടലിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്നതെന്ന് വിചാരിക്കുന്നത്. സോ അങ്ങനെ പുറം ലോകം കാണാത്ത ആ ഒരു ഫ്ലോട്ടിംഗ് റിവറിൻ്റെ ഏറ്റവും അടിഭാഗം, ഇതൊക്കെ പറയുന്നത് എലോണായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ, ആരും കാണാത്ത, ഓക്കെ, അത് ആരും കാണാത്ത റോക്കാവാം അല്ലെങ്കിൽ കോളാവാം, ഇങ്ങനെ ആരും കാണാതെ ഒറ്റപ്പെട്ട് കിടക്കുന്നത് അനുഭവിക്കുന്ന ഫ്രീഡം, ആ ഫ്രീഡമാണ് എനിക്ക് വേണ്ടത്. ദാറ്റ് മീൻസ് മരണം എന്ന കൺസെപ്റ്റിലൂടെ ഒറ്റയ്ക്കാവുകയാണെങ്കിൽ എനിക്ക് ആ ഫ്രീഡമാണ് വേണ്ടതെന്ന് അദ്ദേഹം പറയുന്നത്. ഐ കീപ് ആഷസ് എവേ, ട്രൈ നോട്ട് ടു വെയർ ദം ഓൺ മൈ ഫോർഹെഡ്. സോ രണ്ട് രീതിയിലാവാം. ആഷസ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ബാക്കി വെച്ചിരിക്കുന്ന ആഷസ്, ഇനി ആ ബാക്കി പ്രോബ്ലം ഞാൻ വഹിക്കണം എന്ന് എനിക്ക് താല്പര്യമില്ല എന്നുള്ളതാവാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കത്തിക്കരിഞ്ഞ ശരീരങ്ങൾക്ക് ബാക്കിയായിട്ട് ഫ്രീഡം എന്ന കൺസെപ്റ്റിൻ്റെ ബാക്കിയായിട്ട് അവർക്ക് ആഷസ് മാത്രമേ ഉള്ളൂ. അവരുടെ ആഷസ് ഫ്രീ ആണ്. മനുഷ്യൻ്റെ ഒരു ബോണ്ടേജും ആ ആഷസിനില്ല, ചാരങ്ങൾക്കില്ല. ആ ചാരവും കൂടി എൻ്റെ കയ്യിലെടുത്ത് വയ്ക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം നമ്മൾ അതും ഒരു റിലീജിയസ് ക്വസ്റ്റ്യനിങ് ആണ്. നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ട്, ആഷസ് പിന്നീട് കളക്ട് ചെയ്തിട്ട് പിന്നീട് അത് കർമ്മം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ആ ആഷസ് എന്ന് പറയുന്ന ഒരു ഫ്രീഡമാണ്. അതിനെ പിന്നെയും ചട്ടിക്കകത്താക്കി അതിനെ പിന്നെയും ബോണ്ടേജിലേക്ക് ആക്കണം എന്ന് എനിക്ക് താല്പര്യമില്ല. അത് പിന്നെയും ധരിച്ചുകൊണ്ട് നടക്കണം, നെറ്റിയിൽ ധരിച്ചുകൊണ്ട് നടക്കണം എന്നും എനിക്ക് താല്പര്യമില്ല. കാരണം ലെറ്റ് ഇറ്റ് ബി ഫ്രീ. ആ ഒരു ആഷെങ്കിലും ആ വ്യക്തിയുടെ ഫ്രീ ആയിട്ട് കിടന്നോട്ടെ എന്നുള്ളൊരു കൺസെപ്റ്റിൽ അദ്ദേഹം പറയാണ്, ഐ വോണ്ട് വെയർ ദോസ് ഇൻ മൈ ഫോർഹെഡ്. ദോസ് ആഷസ് ആർ ദ ഓൺലി റിമൈനിങ്സ് ദാറ്റ് എൻജോയ് ദ ഫ്രീഡം. അതിന് ഞാൻ ബോണ്ടേജിലേക്ക് ആക്കില്ല എന്നുള്ളൊരു തീരുമാനത്തോടുകൂടി അദ്ദേഹം അത് കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ, വായിച്ചു നോക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.